മാത്രം ഞാൻ എന്നും ആനന്ദിക്കും. നിന്നിലല്ലോ നിത്യ ജീവപൂർണ്ണമാ, ജീവവഴിയും നീ മാത്രമല്ലോ. നിന്നിലല്ലോ നിത്യ ജീവപൂർണ്ണമാ, ജീവവഴിയും നീ മാത്രമല്ലോ. ക്രോധമാണ്. ലേഖനത്തിലും അവിടെ എന്താണ് ക്രോധം, കോപം കണ്ട് ക്രോധം, ഈർഷ്യ, വായ് എന്ന് പറഞ്ഞ ദൂഷണവും ദുർഭാഷണവും ഇവ ഒക്കെയും വിട്ടുകളയുകയും. ഈ ക്രോധം എന്ന് പറഞ്ഞാൽ കോപത്തിന്റെ എക്സ്ട്രീം ലെവലാണ് ഈ ക്രോധം. അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ ഇങ്ങനെ വായിക്കാൻ കഴിയും. 19-ാം അധ്യായം അതിന്റെ 12-ാം വാക്യം. രാജാവിന്റെ കോപം, ഉഗ്രകോപം രാജാക്കന്മാർക്ക് വരും. വന്നു കഴിഞ്ഞാൽ എന്താണ്? സിംഹം ഗർജിക്കുന്നതിന് തുല്യമാണ്. സിംഹത്തിന്റെ ഗർജന എന്താ? അത് വനത്തിന്റെ രാജാവാണ് സിംഹം. അത് ഗർജിച്ചാൽ എന്താവും? മറ്റെല്ലാ മൃഗങ്ങളും ഭയപ്പെടും. അതുപോലെയാണ് രാജാവിന്റെ ക്രോധം എന്താവും? സിംഹത്തിന്റെ ഗർജനയ്ക്ക് തുല്യമാണ്. പറയുന്നത് നമ്മുടെ കോപത്തിന്റെ എക്സ്ട്രീം ലെവൽ നാം പോകരുത്. ആ കോപം, അത് ക്രോധം എന്ന് പറയുമ്പോൾ അത് കോപത്തിന്റെ എക്സ്ട്രീം ലെവലാണ്. നിങ്ങൾ അതിന് പോയി കഴിഞ്ഞാൽ പറയട്ടെ, അത് ഇത് ചെയ്യാം, നിങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഉള്ള അവസ്ഥയാണ്. അതിന്റെ പേരാണ് ക്രോധം. നമുക്ക് കോപം ഓക്കെ, അത് ശരിയാണ്. പക്ഷെ അതിനെ എന്ത് ചെയ്യണം? നിയന്ത്രിക്കണം. അത് നിയന്ത്രണം വിട്ടാൽ അതെന്താവും? ക്രോധമായി മാറും. അത് എക്സ്ട്രീം ലെവൽ പോയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ അത് നിയന്ത്രിക്കുവാൻ കഴിയത്തില്ല. അടുത്തത് നമുക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് അതിനെക്കുറിച്ച് ഇംഗ്ലീഷ് വായിക്കുമ്പോൾ അതിന് പേര് ഇങ്ങനെ പറഞ്ഞ് ക്ലാമോർ. കാരണം മലയാളത്തിൽ നിന്ന് വായിക്കുമ്പോൾ അത് എന്താണ് പറഞ്ഞാൽ ഈ കുട്ടാളം എന്ന് പറയുമ്പോൾ കോപിച്ച് അളർന്ന സ്വഭാവം. കോപം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ഒച്ച വെച്ച് ബഹളം ഉണ്ടാക്കുന്ന സ്വഭാവത്തെയാണ് ഒരു എഴുതിയിട്ടുള്ളത്. എത്ര പേർ കോപിച്ച് ഇങ്ങനെ അളറിയിട്ടുണ്ട്, ഒച്ച വെച്ച് അളറിയിട്ടുണ്ട്. നമ്മൾ കോപം കഴിഞ്ഞാൽ നമ്മൾ ശബ്ദമൊക്കെ പൊങ്ങി വരും. പക്ഷെ ആ എന്താ എക്സ്ട്രീം ലെവലിൽ പോയി അളർന്ന കാര്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഉദാഹരണം അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതും എന്താവും? ദൈവസന്നിധി പരിശുദ്ധാത്മാവിനെ ദുഃഖപ്പെടുത്തും. ഓക്കെ, അടുത്തത് വായിച്ചു. ദൂഷണവും, കയ്പും കോപവും ക്രോധവും കുട്ടാവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. വായിച്ചോ തീത്തോസ് 3-ാം അധ്യായം 8-ാം വാക്യം. നാം ദൂഷണത്തെ കുറിച്ചാണ് നമുക്ക് വായിക്കാൻ പോകുന്നത്. പൗലോസ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ആരെയും കൊണ്ടും ദൂഷണം പറയാതെയും കളയിക്കാതെയും ശാന്തമാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. ദൂഷണം പറഞ്ഞാൽ എന്താണ്? അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ വേദനപ്പെടുത്തും. നമ്മളെല്ലാം കുറവുകളാണ്, നമ്മളെല്ലാവരും മനുഷ്യരാണ്, കുറവുകളാണ്. നമ്മൾ എല്ലായിടത്തും എന്തുണ്ട്? കുറവുകളുണ്ട്. പക്ഷെ പരസ്പരം ആ കുറവുകളെ നാം എന്ത് ചെയ്യണം? ക്ഷമിച്ച് നാം മുൻപോട്ട് പോകണം. നാം ഒരു വ്യക്തിയെ കുറിച്ച് ദൂഷണം പറയുമെങ്കിൽ പറയട്ടെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാ ദുഃഖിപ്പിക്കും. നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ ചെയ്തുകൊണ്ട് ദൈവത്തെ ദുഃഖപ്പെടുത്തുന്നത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. പറയട്ടെ, നമ്മുടെ ഹൃദയത്തിൽ ദൈവം വസിക്കണമെങ്കിൽ നാം വിടവേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കയ്പുണ്ടെങ്കിൽ അത് നിങ്ങൾ വിടണം. കോപമുണ്ടെങ്കിൽ നിങ്ങൾ അത് ഉപേക്ഷിക്കണം. കോപത്തിന്റെ അടുത്ത ലെവലാണ് ക്രോധം. അതും നാം വിടണം. പിന്നെ എന്താണ്? കൂട്ടാറവും, അതും കോപത്തിന്റെ എക്സ്ട്രീം ലെവലാണ്. അളർന്ന സ്വഭാവം നാം വിടണം. പിന്നെ ദൂഷണം പറയാതെ. എന്താണ് ദൂഷണം? പറയുന്നതിനെ നമുക്കറിയാം. മോശയെ കുറിച്ച് മോശയുടെ സ്വന്തം സഹോദരനും സംസാരിച്ച് വായിച്ച സംഖ്യാപുസ്തകം 12-ാം അധ്യായം അതിന്റെ 1 മുതൽ 5 വാക്യങ്ങൾ സംസാരിക്കുന്നത് മോശ മുഖാന്തരം മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ, ഞങ്ങൾ മുഖാന്തരമോ അത് ചെയ്തിട്ടില്ലോ എന്ന് പറഞ്ഞ് യഹോവ അത് കേട്ട്. ആർ കേട്ട്?
ദൈവം അത് കേട്ട്. നമ്മൾ വായിന്ന് പറഞ്ഞ ഒவ்வொரு വാക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ആരും കേട്ടില്ല, രഹസ്യത്തിൽ അവൻ പറഞ്ഞ് നിങ്ങൾ വിചാരിക്കും. നിങ്ങൾ എത്ര രഹസ്യത്തിൽ പറഞ്ഞാലോ ആര് കേൾക്കും? ദൈവം കേൾക്കും. വചനം എടുത്തു പറയുന്നുണ്ട്, മിരിയാമും ആരോനും മോശയ്ക്ക് വിരോധമായി സംസാരിച്ചപ്പോൾ ദൈവം അത് കേട്ട്. ദൈവം കേട്ടിട്ട് വെറുതെ ഇരുന്നോ? വെറുതെ ആയിരുന്നോ ദൈവം കേട്ടിട്ട്? അപ്പൊ ഇത്രയും വായിച്ചതാണ്, മോശയ്ക്ക് വിരോധമായി മിരിയാമും ആരോടും സംസാരിച്ചപ്പോൾ ദൈവം അത് കേട്ട് അവൻ ഇത് ചെയ്ത് വിളിച്ച് അവരോട് പറഞ്ഞു, മോശയുടെ ദാസൻ നിങ്ങൾ വിചാരിക്കുമ്പോഴല്ല, അവൻ എന്നെ മുഖമുഖമായി കണ്ട വ്യക്തിയാണ്. ഞാൻ അവന്റെ അടുക്കൽ മറിപുറയല്ല, നേരിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾ അവനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഭയപ്പെട്ടില്ല? എന്തുകൊണ്ട് നിങ്ങൾ സഹിക്കാതെ? അല്ലെ, അങ്ങനെ കഥ സഹിക്കാത്തത് എന്ത്? മോശ മാത്രമല്ല, നമ്മൾ ആരെയും പറയരുത്, ഒരു വ്യക്തിയും നിങ്ങൾ പറയരുത്. നിങ്ങൾ എല്ലാവരും നിങ്ങളാണ് ദൈവത്തിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളെ കുറിച്ച് ദൂഷണം പറഞ്ഞാൽ അത് ദൈവം കേൾക്കും, അതിനുള്ള ശിക്ഷ ദൈവം എനിക്ക് തരും. നിങ്ങൾ മറ്റൊരു വ്യക്തിയെ കുറിച്ച് പറഞ്ഞാൽ അത് ദൈവം കേൾക്കും, അതിനുള്ള ശിക്ഷ അവർ പ്രാപിക്കും. അതുകൊണ്ട് ദൈവമക്കളെ നിങ്ങൾ പരസ്പരം എന്ത് ചെയ്യരുത്? പറയരുത്, ദൂഷണം പറയരുത്, ഒരു വ്യക്തിയെ കുറിച്ചും പറയരുത്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നേ, ഏതെങ്കിലും വ്യക്തികൾ തെറ്റ് ചെയ്താൽ അവർക്ക് വേണ്ടി നിങ്ങൾ ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന അവർക്ക് ഇതാവും, സഹായമായി മാറും. അവർ തെറ്റിൽ വീഴ്ന്നു പോകാതെ വണ്ണം ദൈവം കരം പിടിച്ച് കൊണ്ടുവരും. അതാണ് ദൈവമക്കൾ നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ലോകത്തെ പോലെ, ലോക മനുഷ്യരെ പോലെ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പരദോഷം പറഞ്ഞു ആ വ്യക്തിയെ നാം നശിപ്പിക്കുന്നുണ്ട്. ഇത് കർത്താവിൽ എതിർക്കുന്നുണ്ട്. ദൈവത്തിൽ കോപങ്ങൾ കാരണം എന്താണ്? നമ്മുടെ വായിൽ വാക്കുകൾ, ദൈവത്തിന്റെ വായിൽ വന്ന വാക്കുകൾ എന്ത് പലതും ഉളവാക്കി. നിങ്ങളുടെ വായിൽ വാക്കുകൾ അത്രയും ബലമുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നശിപ്പിക്കാൻ കഴിയും, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ഉയർത്തുവാൻ കഴിയും. എങ്ങനെയാണ്? വചനം നിങ്ങൾ എഴുത്തിൽ വിശ്വസിച്ച് അത് ഏറ്റു പറയുമ്പോൾ അത് നിങ്ങൾ ഉയർത്തും. ചിലപ്പോൾ നിങ്ങളുടെ രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ഇതാണ്, ദൈവമേ അങ്ങയുടെ വചനം പറയുന്നത് എന്താണ്? അങ്ങയുടെ അടിപ്പിണറാൽ എനിക്ക് സൗഖ്യമുണ്ട്, ഞാനത് വിശ്വസിക്കുന്നുണ്ട്. എന്റെ രോഗത്തിന് വേണ്ടി കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ച് അടക്കം ചെയ്ത് 3-ാം ദിവസം വീഴ്ത്തെഴുന്ന് എന്റെ രോഗത്തിന് അവൻ മാറ്റി, ഞാനത് വിശ്വസിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ പണമില്ലെങ്കിൽ നിങ്ങൾ പറയേണ്ടത് ഇതാണ്, ദൈവമേ അങ്ങയുടെ വചനം പറഞ്ഞത് ഞാൻ വായ്പ മേടിക്കത്തില്ല, വായ്പ ജാതികൾക്ക് കൊടുക്കുമെന്ന് ഞാനത് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾ പറഞ്ഞു നോക്ക്, ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതം മാറും. ക്രിസ്തീയ ജീവിതം ദൈവത്തിന്റെ വചനങ്ങളെ വിശ്വസിച്ച് ഏറ്റു പറഞ്ഞ് അത് മുൻപോട്ട് പോകണം. പക്ഷെ നമ്മൾ ആവശ്യമില്ലാതാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എപ്പോഴും നെഗറ്റീവായിട്ട് പിശാച് പറയും, നീ ഇത്ര പ്രാർത്ഥിക്കുന്നത് ഒന്നും സംഭവിക്കല്ലോ, ഇനി സംഭവിക്കത്തില്ലെന്ന് പിശാച് പറയും. അതെന്താണ്? നിങ്ങൾ ലോകത്തോട്ട് വലിച്ചു കൊണ്ടുപോകുവാൻ. പക്ഷെ നിങ്ങൾ പറഞ്ഞു, ദൈവം വിളിച്ച ദൈവം വിശ്വസ്തൻ, എന്നെ ഇതുവരെ നടത്തി, അവൻ ഇനിയും എന്നെ നടത്തുവാൻ മതിയായവൻ. നിങ്ങൾ പറഞ്ഞു നോക്ക് വിശ്വാസത്തോടെ. നിങ്ങൾ അങ്ങനെ ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളിൽ വസിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവ പൈതലായി ദൈവത്തിന്റെ വാക്ക് വചനങ്ങൾ നിങ്ങൾ വിശ്വാസത്തോടെ പറഞ്ഞു നോക്കുക. നിങ്ങളുടെ ജീവിതങ്ങൾ ഞാൻ പറയട്ടെ, നിങ്ങൾ അറിയാതെ ഭയമെല്ലാം മാറ്റി വിശ്വാസ കർത്താവ് നിങ്ങൾ ഉയർത്തും. ആ വചനങ്ങൾ ഏറ്റു പറയുമ്പോൾ അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാകും. ഞാൻ പറഞ്ഞുകൊള്ളേ, നിങ്ങൾ ചെയ്തു നോക്കുക. നാം ചെയ്യാൻ വേണ്ടിയ പരദൂഷണം, കയ്പ്, കോപം, ക്രോധം ഇതെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ വിശ്വാസത്തോടെ ദൈവത്തിന്റെ വചനങ്ങളെ നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റു പറയുക. ചിലപ്പോൾ പലരും നിങ്ങൾ താഴ്ത്താൻ പറഞ്ഞാലും നിങ്ങൾ വിശ്വാസത്തോടെ ഏറ്റു പറയുക. ആ വ്യക്തിയുടെ കോപത്തോടല്ല, എന്റെ കർത്താവ് എനിക്ക് വേണ്ടി തന്റെ ജീവനെ നൽകിയെങ്കിൽ എന്റെ കർത്താവ് മഹനിക്കും, എന്റെ തലയെ ഉയർത്തും, എന്റെ അവസ്ഥയ്ക്ക് ദൈവം മാറ്റം കൊണ്ടുവരും.
എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കുക. വചനം പറഞ്ഞത് ഒരുവൻ ജ്ഞാനത്തിൽ കുറവെങ്കിൽ ദൈവത്തിന്റെ അടുത്ത് ചോദിക്കക്കടവൻ. നമുക്ക് എവിടെയൊക്കെ ജ്ഞാനം പറഞ്ഞിട്ടുണ്ടോ അവിടെയാണ് ദൈവത്തോട് ചോദിക്കേണ്ടത്. ഇത് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് ലഭിക്കും. അതിന് വിശ്വാസം ചോദിക്കുക, അതാണ് കൊടുക്കുക. ഞാൻ ഇത്രയും പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പല കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കണം, ഞാൻ എന്റെ ദൈവത്തെ ദർശനപ്പെടുത്തുന്നുണ്ട്, ദുഃഖപ്പെടുത്തുന്നുണ്ട്. ആണെങ്കിൽ അവൻ എന്റെ ഹൃദയത്തിൽ ജീവിക്കത്തില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പാപം എന്താണ്? വലിയ പാപം, കൊലപാതകം അല്ലെങ്കിൽ വേസിത്തനം, ഇതാണ് പാപം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. അതും പാപം തന്നെയാണ്. പക്ഷേ ഇതും പാപം തന്നെയാണ്. ഈ കയ്പും കോപവും ക്രോധവും ഇതിനെ സ്നേഹിക്കാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ അതും പാപം തന്നെയാണ്. നമ്മൾ പലപ്പോഴും ഇതിനെ പാപം എന്ന് നമ്മൾ വിചാരിക്കുന്നില്ല കൊണ്ടാണ് നമ്മൾ അത് ആലോചിക്കുന്നില്ല. പാപം എന്ന് ചിന്തിക്കുമ്പോൾ പറയട്ടെ, നിങ്ങൾ സ്വാതന്ത്ര്യമാകണമെങ്കിൽ, പാപത്തിന് വിടുപെടണമെങ്കിൽ നിങ്ങൾ ചെയ്യണം. ഒരു വ്യക്തിയും നിങ്ങൾ ഹൃദയത്തിൽ കേൾക്കരുത്, ക്ഷമിക്കുക. ചിലപ്പോൾ നിങ്ങളെ കുറിച്ച് ഒരു വ്യക്തി നല്ല കാര്യം പറഞ്ഞു കാണത്തില്ല, ക്ഷമിക്കുക. നിങ്ങൾ ദൈവ പൈതലെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണം. അത് വെളിപ്പെട്ടേ മതിയാകും. നിങ്ങൾ ദൈവ പൈതലായി ജീവിക്കണമെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിൽ ജീവിക്കണമെങ്കിൽ ആ ദൈവാത്മാവെ ഇങ്ങനെ ചെയ്ത് ദുഃഖിപ്പിക്കരുത്. ആ ദുഃഖപ്പെടുത്തിയ അവൻ പറയട്ടെ, അവൻ എന്താ ഒടുങ്ങി താഴോട്ട് പോകും. അതുകൊണ്ടാണ് തെസ്സലോനിക്കരുടെ പുസ്തകത്തിൽ വായിക്കാൻ 5-ാം വാക്യത്തിൽ ആത്മാവിനെ കെടുക്കരുത്. ഇംഗ്ലീഷ് ഇങ്ങനെ പറഞ്ഞത് ഡു നോട്ട് ക്വിച്ച് ദ ഹോളി സ്പിരിറ്റ്. അതിന്റെ അർത്ഥം അവനെ താഴ്ത്തി കെട്ടരുത്. അവന് എന്താണ്, നിങ്ങളുടെ സ്വഭാവങ്ങളെല്ലാം കൊണ്ട് ദൈവത്തിന്റെ ആത്മാവിനെ താഴ്ത്തരുത്. ഡു നോട്ട് ക്വിച്ച് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നാം നമ്മളെ തന്നെ ശരിയാക്കണം. നമ്മുടെ ജീവിതത്തിൽ കൈപ്പുണ്ടെങ്കിൽ അത് വേരോട് ഉഴുത് കളയണം. കോപമുണ്ടെങ്കിൽ നമശനം അതും വേരോട് ഉഴുത് കളയണം. ക്രോധത്തിന്റെ ഉച്ചഘട്ടം, നമ്മുടെ അളന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതെല്ലാം വേരോട് ഉഴുത് കെട്ടണം. എന്റെ വാക്കുകൾ വളരെ വേദനപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, പരദോഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്നത്തോടെ ഇതെല്ലാം നാം ഉപേക്ഷിക്കണം. അങ്ങനെ ചെയ്താൽ പറയട്ടെ, നാം ദൈവത്തിന്റെ ആത്മാവിനെ സന്തോഷപ്പെടുത്തുവാൻ കഴിയും, ദൈവ പൈതലായി ജീവിക്കാൻ കഴിയും, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ ചെയ്ത മകളായി ജീവിക്കാൻ കഴിയും. ഈ ഭൂമിയിൽ ദൈവത്തിന്റെ രാജ്യം പണിയപ്പെടും. ദൈവത്തിന്റെ വരവിനെ എതിർനോക്കി ലക്ഷ്യത്തോടെ, ആ ഒരുക്കത്തോടെ നാം കർത്താവിനെ എതിരേൽക്കുവാൻ കഴിയും.